ഗൈസ് പറ്റുമെങ്കിൽ ഒരു ആക്സിലേഷൻ കാണിച്ചു തരാവേ. സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്ന് വണ്ടി എങ്ങനെ കയറും നോക്കട്ടെ. തോന്നി, അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കുന്ന വീഡിയോ എടുക്കണേ. അപ്പോൾ കയറിക്കും എന്താ പറയുക, വണ്ടിക്ക് 806 mm സീറ്റായിട്ട് വരുന്നത്. എന്നെപ്പോലെ 5.9 ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഹാഫിട്ടാണ്. ഓക്കെ, എവിടെ നിന്ന് എടുക്കാം. ഓ മാൻ, ഒരു രക്ഷയില്ലാത്ത സൗണ്ട്. നമുക്ക് ആദ്യം ഒന്ന് പയ്യെ ഓടിക്കാം. ഫസ്റ്റ് തന്നെ എന്താ തോന്നുന്നത്, വണ്ടിയുടെ ഇരിപ്പ് മൊത്തത്തിൽ ഒരു ഡ്യൂക്ക് 200 പോലെ ഉണ്ട്. വളരെ അപ്രൈറ്റ് ആണ് എന്ന് ഞാൻ പറയില്ല, കാരണം ഹാൻഡിലിരിക്കണം. നോക്കിയേ, ഏകദേശം സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിലാണ്. രണ്ടറ്റത്ത് മാത്രം ഇത്തിരി പൊങ്ങിയിരിക്കണമെന്നുള്ളൂ. സോ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് അങ്ങോട്ട് ആഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അത് കൂടാണ്ട് തന്നെ ഫുഡ് പെക്സ് റിയർ സെറ്റാണ്, പറഞ്ഞിരിക്കാൻ വയ്യ. പിന്നെ അത് കൂടാണ്ട് ഇരിപ്പൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സീറ്റിൻ്റെ ഇരിപ്പ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഒരു സ്ലോപ്പി പൊസിഷനാണ് റൈഡറിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നാലും പയ്യെ ഫ്രണ്ടിലേക്ക് ഊർന്നു വരും. അത് കൂടാണ്ട് എനിക്ക് എപ്പോഴും തോന്നണമായിരുന്നു ഒരു ടാങ്ക്, എൻ്റെ പൊന്ന് ഒരുമാതിരി നമ്മൾ ഈ തബലയൊക്കെ വയ്ക്കില്ല അതുപോലെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഭയങ്കര വലിയ ടാങ്കാണ് കേട്ടോ. ഐ തിങ്ക് 30 ലിറ്റർ അത്രയാണ് കപ്പാസിറ്റി. ഇപ്പോൾ ടൈറ്റ് ട്രാഫിക് ഇത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല തിരക്കുള്ള റോട്ടിലാണ് ഓടിക്കാൻ. നമ്മൾ ഓഫ്കോഴ്സ് കാലി അത്യാവശ്യം ക്രൂസ് ചെയ്താണ് പോണേ. ഇപ്പോൾ ഞാൻ 5th ഗിയറിൽ 39 ചെയ്യുന്നത്. ആ സ്പീഡിൽ ചെറിയൊരു നോക്കിങ് ഉണ്ട്, കണ്ടോ? ഇത് കണ്ടോ ലോക്കിങ്? നോക്കി, നല്ല നോക്കിങ് ഉണ്ട്, വൈബ്രേഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. കുറച്ചൊന്ന് ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും, ഒരു 3rd ഗിയറിലൊക്കെ പോകേണ്ടി വരും. പിന്നെ വണ്ടി ഹീറോ ക്ലെയിം ചെയ്യുന്നത് ഫാസ്റ്റസ്റ്റ് 250cc എന്നാണ്, അതായത് 0 to 100. എന്നോട് ചോദിക്കുകയാണെങ്കിൽ 0 to 100 അല്ല, 0 to 120 എന്ന് ഞാൻ പറയുള്ളൂ. ഒരു രക്ഷയില്ല. ഡ്യൂക്ക് 200 വെച്ച് നോക്കുമ്പോഴത്തേക്കും ദിസ് ഈസ് വേ മോർ അഗ്രസീവ്. ഭയങ്കര അഗ്രസീവാണ് വണ്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4000 RPM താഴെ ഓൾമോസ്റ്റ് എന്താ പറയുക ഡെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു പൾസറിൻ്റെ ക്യാരക്ടറാണ്. ഒരു 4000 അല്ലെങ്കിൽ 5000 RPM കഴിയുമ്പോഴത്തേക്കും വണ്ടി ശരിക്കും അലൈവായിട്ട് വരും. സസ്പെൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് എനിക്ക് കുറച്ച് ഫെയിം സൈഡായിട്ട് തോന്നി, അതായത് കുറച്ചൊന്ന് ഹാർഡർ ആയിട്ട് തോന്നി. കാരണം ഫ്രണ്ടിൽ ഒരു 43 mm ഒരു മാസീവായിട്ടുള്ള ഒരു ഗോൾഡൻ കളർ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ഈ റെഡ് കളർന്ന് വരുന്നുണ്ട്. ഓ ബാക്കിലാവട്ടെ നമുക്ക് ഗ്യാസ് ചാർജർ മോണോഷോക്കാണ്, നമുക്ക് എനിക്കൊന്ന് അഡ്ജസ്റ്റബിൾ ചെയ്യാമെന്നാണ് തോന്നണേ. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ലെഫ്റ്റിലിട്ടാലും റൈറ്റിലിട്ടാലും നമ്മൾ അറിയാണ്ട് ഇപ്പോൾ ലെഫ്റ്റ് ഇട്ടിട്ടു, ഞാൻ അറിയാണ്ട് നടുക്കിട്ടു, പക്ഷെ അറിയാണ്ട് വണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ ആവുന്നുണ്ട്. അതായത് റൈറ്റ് ഇൻഡിക്കേറ്റർ ആവുന്നില്ല, പക്ഷേ ഈ ഒരു ബട്ടണില്ലേ റൈറ്റിലേക്ക് ഫുള്ള് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും വണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആയിരുന്നു, പക്ഷേ ശരിക്കും റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടില്ല. നിങ്ങൾ എന്ത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ. കുറച്ച് പാടാണ് പറഞ്ഞു തരാനായിട്ട്. 5000 RPM. ഓ മാൻ, ഞാൻ പറഞ്ഞില്ല വണ്ടി 5000 RPM കഴിഞ്ഞാണ്ടല്ലോ ശരിക്കും ഒരു പൾസറിൻ്റെ ക്യാരക്ടറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5000 RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും വണ്ടി ഇങ്ങനെ ചാടി കയറും. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറയട്ടെ, വണ്ടി നമ്മൾ സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്ന് ഉന്തി തള്ളിയൊക്കെ എടുക്കില്ലേ, അതായത് ഒരു കയറ്റത്തിലോ ഇറക്കത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ പൊക്കി തള്ളുമ്പോൾ ശരിക്കും ഒരു 167 കിലോ ഉണ്ട് വണ്ടി. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അറിയും. പക്ഷേ വൺസ് നമ്മൾ ഓടിച്ച് ചെയ്യുമ്പോണ്ടല്ലോ വണ്ടി വളരെ ലൈറ്റായിട്ട് തോന്നുന്നത്. അത് ടിപ്പിക്കൽ നിങ്ങൾ കേട്ടിട്ട് അടുത്ത സംഭവമാണ്, പക്ഷേ ഇതിന് ശരിക്കും അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ട്. അതായത് കയറിയിരിക്കുമ്പോൾ ശരിക്കും ഈ ടാങ്ക് ആണെങ്കിലും ശരിക്കും ഭയങ്കര വലിയൊരു ബൈക്കിൻ്റെ ഫീൽ വരും. സോ അത് കൂടാണ്ട് തന്നെ വണ്ടിയുടെ ഒരു വെയിറ്റ് നമ്മൾ ചെറുതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ വൺസ് ഭയങ്കര വരുന്നല്ല കേട്ടോ പറയുന്നത്. ബട്ട് വൺസ് നമ്മൾ ഓടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഫ്രണ്ടിന് വളരെ ലൂസായ പോലെ തോന്നുന്നു. ഇത് നോക്കി വണ്ടിയുടെ ആക്സിലേഷൻ പറ്റി കാണിച്ചു തരാവേ. ഇപ്പോൾ 50 പോണേ. ഓ മാൻ, എന്ത് സ്റ്റേബിളാ നോക്കി വണ്ടി. ഓ മാൻ, ഫ്രണ്ടിൻ്റെ എന്ത് സ്റ്റേബിളാ. ഐ ലൈക്ക് ദ ഗിയർ ബോക്സ് മാൻ, ഒരു രക്ഷയില്ല. ഓ എനിക്ക് ഗിയർ ബോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹീറോൻ്റെ ഈ എടുത്ത് ഇറങ്ങുന്ന വണ്ടികളുടെ ഗിയർ ബോക്സ് ഒരു രക്ഷയില്ല.
ഗിയർ ബോക്സും കൊള്ളാം, ക്ലച്ചും കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വണ്ടി നല്ല റിഫൈൻഡ് ആണ് കേട്ടോ. എനിക്ക് ഡ്യൂക്ക് 250 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊരു കുറച്ച് ഒരു റിഫൈൻമെൻറ്റ് കാര്യത്തിൽ മുൻതൂക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും നല്ല റിഫൈൻഡ് ആണ് വണ്ടി, വളരെ സ്മൂത്താണ്. എൻ്റെ പൊന്നെ, ഡ്യൂക്ക് 250 ഫാനാണെന്ന് പുള്ളിക്ക് ഇഷ്ടമായില്ല പറഞ്ഞത്, അതാണ് പുള്ളി തുപ്പിയത്. അപ്പോൾ യെസ് ഗായ്സ്, വണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ഹീറോൻ്റെ എക്സ്ട്രീം 250R എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബിഗ് താങ്ക്സ് ടു നമ്മുടെ മെഗാ മോട്ടോഴ്സ്, അവരാണ് ഈ വണ്ടി സെറ്റ് ചെയ്ത് തന്നെ. വണ്ടി എന്താ പറയുക, കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ തന്നെ കണ്ടു കാണും, ഒട്ടിക്കത്തെ ലുക്കാണ്. ഈ ടാങ്ക് ശരിക്കും എടുത്ത് പറയണം, ഭയങ്കര പൾജ് ചെയ്തിരിക്കുകയാണ്. നോക്കി എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ടാങ്ക്. ശരിക്കും ഈ വണ്ടി കാണുമ്പോൾ നിങ്ങൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു തടിച്ചിരിക്കുന്ന ശരിക്കും ഒരു സൂപ്പർ ബൈക്കിനൊക്കെ റിമൈൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടാങ്ക് ആണ്, രക്ഷയില്ല. പിന്നെ ഓവറോൾ സ്റ്റൈലിംഗ്, ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ. ബെസ്റ്റ് ലുക്കിംഗ് 250cc ഐ ഡോണ്ട് തിങ്ക് സോ. ബട്ട് ഹീറോൻ്റെ ഭാഗത്തുനിന്ന് ഐ തിങ്ക് ദേ നെയിൽഡ് ഇറ്റ്. അടിപൊളി ഡിസൈനാണ്. വണ്ടിയുടെ നമ്മുടെ ഫ്രെയിമിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ കാണാൻ പറ്റും വണ്ടിക്ക് ഒരു ട്രലസ് ഫ്രെയിമാണ് വരുന്നത്, കണ്ടോ. സ്പ്ലിറ്റ് ഫ്രെയിം ഒന്നുമല്ല, സിംഗിൾ ട്രലസ് ഫ്രെയിമാണ്. നമ്മുടെ ഫസ്റ്റ് എനിക്ക് KTM കണ്ടുവന്നില്ലേ. പിന്നെ അതെ തൂക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു 249cc ലിക്വിഡ് കൂൾഡ്, ഓ മാൻ, അറൌണ്ട് 30 bhp ആൻഡ് 25 Nm ടോർക്ക്. ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹയർ RPM ആണ്. നമ്മുടെ 30 PS ഏകദേശം ഐ തിങ്ക് 9000 RPM-ലും 25 Nm ഏകദേശം 7000 RPM-ലാണ്. സോ നിങ്ങൾ റിങ് ചെയ്തെടുക്കണം. അതാണ് ഞാൻ ഓടിച്ചപ്പോഴേ പറഞ്ഞത്. ഈ വണ്ടിയുടെ പവറും ടോർക്ക് ഇരിക്കുന്ന റെഡ് ലൈൻ്റെ അടുത്താണ്. സോ യു ഹാവ് ടു റിങ് ഇറ്റ്. ബിലോ 5000 RPM ഞാൻ പറഞ്ഞു ഒരു പൾസറിൻ്റെ ക്യാരക്ടറാണ്. ശരിക്കും ഇങ്ങനെ പമ്മി നിൽക്കും. വണ്ടിക്ക് ഹയർ ഗിയറിൽ ലോ സ്പീഡ് പോകണം ഒട്ടും ഇഷ്ടമല്ല. നോക്കിങ് വരും, അവിടെ നിന്ന് ഇവിടെ നിന്ന് വൈബ്രേഷൻ വരും. ഗിയർ ബോക്സ് പറയണം, ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. 2 റൈഡ് മോഡ് വരുന്നുണ്ട്, ഒന്ന് നോർമൽ മോഡും അത് കൂടാണ്ട് ട്രാക്കോ അങ്ങനത്തെ മോഡും ഉണ്ട്. ആ മോഡിലാണ് നമുക്ക് റിയർ ചാനൽ ABS ഓഫ് ചെയ്യാൻ പറ്റണം. സോ വണ്ടി സിംഗിൾ ചാനൽ ABS ആയിട്ട് മാറും. നമുക്ക് അതൊരു ABS മോഡാണ് ട്രാക്ക് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ വിശേഷം. ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് കയറിന്ന് കാണിച്ചു തരാം. വണ്ടിക്ക് ഞാൻ പറഞ്ഞു വെയിറ്റ് വരുന്നത് 167 കിലോ ആണ്. സീറ്റ് ഹൈറ്റ് 806 mm ആണ്. നമ്മൾ കയറിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 അടുത്താണ്. ഞാൻ കയറിയിരിക്കുകയാണെങ്കിൽ പാൻറ്റ് ഹൈറ്റാണ് ആസ് യൂഷ്വൽ, കണ്ടോ. ഹാഫ് ഫുട്ടാണ്, വലിയ കുഴപ്പമില്ല. നിങ്ങളൊന്ന് നോക്കി ടാങ്ക് നോക്കി, എങ്ങോട്ട് പോണേ. ഈ ടാങ്ക് എന്തോരം പൊങ്ങിയിരിക്കണം നോക്കി, ഭയങ്കര പൊങ്ങിയിരിക്കുന്ന ടാങ്കാണ് കേട്ടോ. ഐ തിങ്ക് 30 ലിറ്റർ എന്തോ കപ്പാസിറ്റി ഉണ്ട്. എനിക്ക് മൈലേജ് കാണിച്ചത് 29 ആണ്, വിച്ച് ഇസ് റിയലി ഗുഡ്. ഞാൻ അത്രയ്ക്ക് റിങ് ചെയ്താണ് ഞാൻ ഓടിച്ചത്. പിന്നെ ഹാൻഡിൽ ബാർ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിലാണ്. ഇത് ഇങ്ങനെ ഇരിക്കണം. ശരിക്കും കുറച്ചൊന്ന് സ്പോട്ടിയറാണ്. പിന്നെ സീറ്റ് ഞാൻ പറഞ്ഞ് സ്ലോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ കയറി എന്നാലും നമ്മൾ ഊർന്ന് ഇങ്ങനെ വരും. പിന്നെ ഫുഡ് പെക്സി ഇങ്ങനെയാണ് വണ്ടിയുടെ ഒരു പൊസിഷൻ വരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി അഗ്രസീവ് അറ്റാക്ക് മോഡ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ പൊസിഷനാണ്. ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്താ പറയുക, ഫ്രണ്ട് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഹെഡ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ഭയങ്കര താണാണ് ഇരിക്കുന്നത്. നോക്കി, സാധാരണ ഹെഡ്ലൈറ്റ് ഒക്കെ വണ്ടിയുടെ ഇവിടെ വരുന്നത് ശരിക്കും ഇങ്ങനെ താത്തിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര നൈസാണ്. ശരിക്കും ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ലുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു H ടൈപ്പ് DR കാണാം. പിന്നെ ഇവിടെ ഒരു പ്രൊജക്ടർ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ബീം ഉണ്ട്. ഐ ഡോണ്ട് നോ വൈ. സാധാരണ നേരെ തിരിച്ചാണ് വരാറ്. ഹൈ ബീം പ്രൊജക്ടറും ലോ ബീം സാധാരണ LED വരാറ്. നേരെ തിരിച്ചാണ് ഹൈ ബീം, ഇതും ലോ ബീമാണ് പ്രൊജക്ടർ വരുന്നത്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു ഗോൾഡൻ അപ്സൈഡ് ഡൗൺ ഫോർക്ക് കാണാനായിട്ട് പറ്റും. 43 mm സൈസാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റെഡ് കളറിന് മാത്രമേ നമുക്ക് ഈ ഗോൾഡൻ അപ്സൈഡ് ഡൗൺ ഫോർക്ക് വരുന്നുള്ളൂ. ഇതിന്റെ ബ്ലാക്കിനും ആ ഒരു ഗ്രീൻ കളർ ഉണ്ട്, ഗ്രേയും ഗ്രീനും ഉള്ള, അതിന് നമുക്ക് ബ്ലാക്ക് ഫോർക്കാണ് വരുന്നത്. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 320 mm വളരെ മാസീവ് ആയിട്ടുള്ള ഡിസ്ക് കാണാനായിട്ട് പറ്റും. പെറ്റൽ ഡിസ്ക് ആണ്, കണ്ടോ, കട്ട് ചെയ്യാൻ കണ്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈബ്ലയുടെ ബ്രേക്ക് കാലിപ്പറാണ്, ആക്സിയൽ മൗണ്ട് ആണ്. നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ റേഡിയോ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 110 സെക്ഷൻ ടയർ ഉണ്ട്. MRF-ന്റെ സാപ്പർ FX1 എന്ന് പറഞ്ഞ ടയറാണ്. ഐ തിങ്ക് നമ്മുടെ RS കൊണ്ടൊക്കെ യൂസ് ചെയ്യില്ല ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു ടയർ. ഒരു നോർമൽ ടയർ എന്ന് പറയാനുള്ളൂ. ഈ അലവിൽ ഇങ്ങനെ ഒരു മെഷീൻ കട്ട് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. ഒരുമാതിരി പെയിന്റ് ഇളകിപ്പോയ പോലെ ഉണ്ട്, അത് ഒഴിവാക്കായിരുന്നു. സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രീം 125 കണ്ടുന്ന പോലത്തെ ഒരു സൈഡ് പാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ആ ഒരു കൂളൻ റിസർവോയർ ഉണ്ടല്ലോ, ഈ അടപ്പ് പെട്ടെന്ന് തുറക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും വണ്ടിക്ക് ഒരു ബീഹേൽ കൊടുക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ ആ ഒരു ഹാർട്ട് ഓഫ് ദി മാറ്റർ 50cc ഞാൻ പറഞ്ഞ പോലെ 30 bhp വളരെ സ്വീറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഞാൻ ടോർക്ക് എനിക്ക് ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദി RPM എനിക്ക് ഒരേപോലെ തോന്നിയത്. പക്ഷേ പവർ ശരിക്കും പറയണം നിങ്ങൾ ഒരു 5000 RPM കഴിയുമ്പോൾ നമ്മൾ ഡ്യൂക്ക് 250 ഇല്ല, അതുപോലെ തന്നെ എടുക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര പിന്നെ ബും എന്ന് പറഞ്ഞ പോലെ ആ സെയിം സ്വഭാവമാണ്. ട്രെലസ് ഫ്രെയിം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, എനിക്കൊരു വെൽഡ് ക്വാളിറ്റി അങ്ങോട്ട് ഇഷ്ടമായില്ല. വളരെ എന്താ പറയുക, റഫ് ഫിനിഷ് പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും. ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഡീസെൻ്റ് എന്ന് ഞാൻ പറയുള്ളൂ. ആ ഒരു ഫീലിംഗ് കിട്ടും. പക്ഷേ റൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഫീൽ കിട്ടില്ല. യു ആർ റൈഡ് സംതിങ് മോർ പവർഫുൾ എന്ന ഫീൽ കിട്ടും. വണ്ടി നോക്കുവാണെങ്കിൽ യെസ് ഹീറോ ബിറ്റ് അടിക്കും. കാരണം ഇവിടുത്തെ ഒരു ക്വാളിറ്റിയൊക്കെയാണല്ലോ. ഇത് കണ്ടോ, ഇതൊക്കെ ഒന്നും മെനയാക്കായിരുന്നു. പിന്നെ ഈ ഒരു USB ചാർജർ ഇത് കണ്ടോ കിടന്ന് ഇളകുന്നുണ്ട്. പിന്നെ വെള്ളവും കയറിയതിനകത്ത്. ഐ ഡോണ്ട് നോ വൈ. സീറ്റ് പറയണം വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ, രക്ഷയില്ല. പിന്നെ ഞാൻ പറഞ്ഞ ചെറിയ സ്ലോപ്പിയാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നാലും നിങ്ങൾ ഊർന്ന് ഇവിടം വരെ എത്തും. പിന്നെ ആ ടാങ്ക് ഞാൻ പറഞ്ഞു വളരെ
ബൾക്കിയർ ആയിട്ടുള്ള ടാങ്കാണ്. ഏകദേശം എനിക്ക് കൺസോൾ കാണിച്ചത് 29 മൈലേജ് കിട്ടുന്നതാണ്, വിച്ച് റിയലി ഗുഡ്. ഞാൻ പറഞ്ഞു. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ വളരെ കുട്ടിയായിട്ടുള്ള പില്ലൻ സീറ്റ് ആണ്. പറയണം ഇത്ര ഉള്ളത്, വളരെ കുട്ടിയായിട്ടുള്ള പില്ലൻ സീറ്റാണ്. പക്ഷേ പില്ലൻ്റെ ഗ്രാബറിൽ അത്യാവശ്യം നല്ല വലിയ ഗ്രാബറിലാണ്, അത്യാവശ്യം നല്ല പിടിച്ചൊക്കെ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ സീറ്റിൻ്റെ വ്യത്യാസം തന്നെ നോക്കി, റൈഡറിന് ഇത്രയും വലിയ സീറ്റും പില്ലനാക്കി ഇത്രയും ചെറിയ സീറ്റും. പിന്നെ മുന്നിൽ സൈഡ് ആ ഒരു എക്സോസ്റ്റ് പറയണം, അടിപൊളി സൗണ്ടാണ്, ഒരു രക്ഷയില്ല. ശരിക്കും നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഐഡലിങ്ങിൽ ഓൾമോസ്റ്റ് 250 ഒക്കെ സെയിം ആയിട്ട് തോന്നും, പക്ഷേ റെവ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൗണ്ട് നോക്കിക്കോട്ടോ. സ്വീറ്റ്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബോക്സ് സെക്ഷൻ സ്വിംഗാമാണ്. പിന്നെ ഒരു 230 ആണെന്ന് തോന്നുന്നു. ഒരു ഡിസ്ക് കാണാം, ബൈബിയുടെ കാലിപ്പേഴ്സ് ആണ് എഗെയിൻ. പിന്നെ പറയണം, ഐ ലവ് ദിസ് ഡിസൈൻ മാൻ, ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്പർ പ്ലേറ്റ് ഹോൾഡർ, ഒരു ഹഗ്ഗർ വരുന്നതും പിന്നെ ടെയിൽ ടൈഡി വെക്കാണ്ട് തന്നെ ഇൻഡിക്കേറ്ററും ഇതും ഹീറോ അറിഞ്ഞു കൊടുത്തു നമുക്ക് വേണ്ടി, ഇവിടെ തന്നെ വെച്ചു, വിച്ച് ഇസ് റിയലി നൈസ്. ബട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ടെയിൽ ടൈഡി മേടിച്ച് ഇവിടെ വെക്കുക, കാരണം ഈ ഹഗ്ഗർ ഒന്ന് ലൂസ് ചെയ്യുക. വണ്ടിയുടെ ശരിക്കുള്ള ഭംഗിയാണെങ്കിൽ ആ ഹഗ്ഗർ ലൂസ് ചെയ്യണം. പിന്നെ ബാക്കിലത്തെ ടയർ പറയണം, ബാക്കിൽ ടയർ വ്യത്യാസമുണ്ട്. ഈ ടയർ സ്റ്റീൽ ബ്രേസ് എന്ന ടയറാണ് വരുന്നത്. ബാക്കിൽ റേഡിയലാണ്, 150 സെക്ഷൻ തന്നെയാണ്. ഫ്രണ്ടിൽ സാപ്പറും ബാക്കിൽ സ്റ്റീൽ ബ്രേസ്. ഐ തിങ്ക് ആദ്യമായിട്ടാണ് ഞാൻ ഒരു 2 ലക്കി താഴെ വണ്ടിയിൽ സ്റ്റീൽ ബ്രേസ് ടയർ കാണുന്നത്. പിന്നെ ഇതാണ് വണ്ടി ബാക്കിൽ നിന്നുള്ള ലുക്ക്. ആ ഒരു കാരിഷ്മയിൽ കണ്ടുവന്ന എക്സാക്ഷൻ ടൈലൈറ്റ് ആണ്, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ ടൈലൈറ്റ്. ബാക്കിൽ നിന്നൊക്കെ നോക്കി ശരിക്കും ഒരു പ്രോപ്പർ ബിഗ് ബൈ ഫീൽ ആണ്. പിന്നെ മൂറ്റർ സൈഡ് നോക്കി, ഇവിടെ അലുമിനിയം ഫുഡ് പെക്സ് കാണാനായിട്ട് 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്, വിത്ത് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം, എത്ര ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. വണ്ടിക്ക് വേരിയൻ്റ് ഒന്നുമില്ല, കളർ വൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ഞാൻ വണ്ടിയുടെ കൺസോൾ ഒന്ന് കാണിച്ചു തരാം. ഗിയർ നോക്കുവാണെങ്കിൽ ഇതേ നമുക്കിവിടെ പാസിച്ച് വരുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ കൺസോൾ ടോഗിൾ ചെയ്യാനുള്ള അപ്പ് ഡൗൺ ബാക്ക് എൻ്റർ ബട്ടൺ ഉണ്ട്, ഇൻഡിക്കേറ്റർ, പിന്നെ ക്യാൻസൽ, ഹോണ്, ഒരു കോഷൻ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എൻജിൻ ഗിൽ സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ SOS, നമ്മൾ എമർജൻസി ആയിട്ട് ആരുടെ കോൺടാക്റ്റാണ് കൊടുത്തേക്കുന്നത് അയാളുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോകും. നമ്മൾ വീണ് കഴിയുമ്പോൾ ഇതിൽ പിടിച്ചാൽ മതി. ഇത് എത്രത്തോളം കൺവീനിയൻ്റ് എന്ന് അറിയില്ല, കാരണം വീഴുമ്പോൾ നമ്മൾ വേറെ എടുത്തും വണ്ടി വേറെ എടുത്ത് പോകണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരേണ്ടി വരും ഈ ബട്ടൺ ഞെക്കാൻ വേണ്ടി മാത്രം. സോ കൺസോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു LCD കൺസോളാണ്. ഇതിന് ആ ഒരു TFT കൊടുക്കാമായിരുന്നു, നമ്മുടെ എക്സ്പേർട്സിനൊക്കെ TFT കൊടുത്തു, പക്ഷേ ഇതിന് TFT കൊടുത്തില്ല. കൺസോൾ ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ന്യൂട്രൽ ഉണ്ട്, ഇവിടെ സൈഡ് ഇൻഡിക്കേറ്റർ, എൻജിൻ മോണൽ ലൈറ്റ്, കൂളൻ ടെമ്പറേച്ചർ, ഇവിടെ നോക്കുകയാണെങ്കിൽ ABS കത്തിരിക്കും, ഫ്യൂവൽ ലെവൽ, ഹൈ ബീം, ഇൻഡിക്കേറ്റർ. ഇവിടെയാണ് ഫ്യൂവൽ ലെവൽ കാണിക്കുന്നത്, ഇവിടെയാണ് RPM കാണിക്കുന്നത്. വണ്ടി ഏകദേശം 10,000 RPM വരെ റിവ് ചെയ്യും. ഇത് കഴിഞ്ഞും പാസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ റിയൽ ടൈം മൈലേജ് കാണിക്കും, ഫ്യൂവൽ എക്കോണമി കാണിക്കും. എൻട്രി എക്കോണെങ്കിൽ നമുക്കിവിടെ കണ്ടോ, എനിക്ക് കിട്ടിയ ഫ്യൂൽ എക്കോണമിയാണ് 26 കിലോമീറ്റർ ഈ ഒരു സ്പീഡിൽ പോയിട്ടാണ്. ടോട്ടലാണ്ടോ നോക്കുന്നത്, വണ്ടി ഏകദേശം 2000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്, റിയൽ ടൈം മൈലേജ്, സർവീസ് ഡ്യൂ കാണിക്കുന്നുണ്ട്, റോഡ് ട്രാക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടും ABS മോഡ്, ട്രാക്ക് മോഡ്, റൈഡ് മോഡൽ ABS മോഡ്. റോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഡ്യുവൽ ചാനൽ ABS, ട്രാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ സിംഗിൾ ചാനൽ ABS ആയിട്ട് മാറും. അപ്പിയറൻസ്, നാവിഗേഷൻ, മ്യൂസിക്, നമുക്ക് ബ്ലൂടൂത്ത് കൺട്രോൾ കേട്ടോ, ലാപ്പ് ടൈമർ. പിന്നെ മിറേഴ്സൊക്കെ സ്ട്രൈറ്റ് ഫ്രം എക്സ്ട്രീം 125 എന്ന് പറയണം, കാരണം കുറച്ചൊന്ന് ബോറായിട്ട് തോന്നുന്നുണ്ട്, ഈ വണ്ടിയുടെ ഡിസൈനായിട്ട് ചേരുന്നില്ല. വീണ്ടും നമുക്ക് വണ്ടി കൊടുക്കാൻ നേരെയായി, തിരിച്ചു പോവാം. ഇത് കണ്ടോ, ഒരു ഫ്രീ പ്ലേ ഉണ്ടോ, ഡോമിനാർ. അപ്പോൾ ഞാൻ പറഞ്ഞു NS 200 നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നോക്കാവുന്നൊരു വണ്ടി തന്നെ കേട്ടോ. നിങ്ങൾ NS 200 അറിയാമല്ലോ, ഇപ്പോൾ കുറച്ചൊന്ന് പഴയതായി. സോ നിങ്ങൾക്ക് ആ ഒരു ലെവൽ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ഈ ഒരു വണ്ടി തന്നെയാണ്. പിന്നെ വൈബ്രേഷൻ ഉണ്ട്, പക്ഷെ ഇത് പറയണം, ഈ വണ്ടി നന്നായിട്ട് ഓടിയ വണ്ടിയാണ്, ഇത് ടെസ്റ്റ് ഡ്രൈവ് യൂണിറ്റ് ആണ്, അതിൻ്റെ വൈബ്രേഷനാണ്. അല്ലാണ്ട് നിങ്ങൾ ഫ്രഷ് വണ്ടി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തോന്നാൻ ചാൻസ് ഇല്ല. സസ്പെൻഷൻ ഫ്രണ്ട് കുറച്ച് ഫേം സൈഡാണ് കേട്ടോ, ബാക്ക് എനിക്ക് അത്ര കുഴപ്പമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഗായ്സ്, ഇത് ലോങ് ഡിസ്റ്റൻസിൽ കൊള്ളുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് പൊസിഷൻ കുറച്ച് കഴിയുമ്പോൾ ക്രാംപ്ഡായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, കുറച്ചൊന്ന് എന്താ പറയുക പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. വേറെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ലോ സ്പീഡ് ഒരുപാട് വണ്ടിക്ക് ഇഷ്ടമല്ല. ഒരു 80-90 ഈസിലി ക്രൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു വണ്ടിക്ക് ഹയർ RPM പോകണം ഭയങ്കര ഇഷ്ടമാണ്, വൈബ്രേഷൻ ലെവൽസ് ഭയങ്കരമായിട്ട് കുറയും. ആ ഒരു 4000 ഈ ഒരു വൈബ്രേഷൻ ഇത് കണ്ടോ, ഈ ഒരു സ്പീഡിലാണ് പിന്നെ വൈബ്രേഷൻ ഉള്ളത്. വേണമെങ്കിൽ ഒന്ന് വലിപ്പിച്ച് കാണിച്ചു തരാം. കൈ കൊടുത്തോ, നല്ല രസമാണ് കേട്ടോ.
പിന്നെ എടുത്തെറിയുന്ന രീതിയിലുള്ള പവറൊന്നുമില്ല. വണ്ടി ആ പോണ പോക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ R15 പറഞ്ഞ പോലെ ഐ തിങ്ക് ടോപ്പ് സ്പീഡ് അറൗണ്ട് 150 അത്രയൊക്കെ അടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വീഡിയോസ്. ഇതിൻ്റെ ആക്സിലറേഷൻ ഏകദേശം നമ്മുടെ ഡ്യൂക്ക് 250 അടിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ. പക്ഷേ ടോപ്പ് എൻഡ് എത്തുമ്പോഴത്തേക്കും ഡ്യൂക്ക് 250 ഒപ്പം പിടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ വേറെ കാര്യം, വണ്ടിക്ക് വിൻ വൈസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിൻ പ്രൊട്ടക്ഷൻ വളരെ ഇതാണ്, നമുക്ക് ഫീൽ ചെയ്യും. ഓ മാൻ, പൊടി പൊടി. ഓ ഷിറ്റ്. സ്റ്റെബിലിറ്റി നോക്ക് മാൻ, സ്റ്റെബിലിറ്റി നോക്ക്. ഞാനിപ്പോൾ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്, കളർ വേരിയൻസ് ഒക്കെ ഇപ്പോൾ ഞാൻ വീഡിയോയുടെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇവരുടെ ഫോൺ നമ്പേഴ്സ് താഴെ കൊടുത്തേക്കാം. ബ്രേക്സ് ഞാൻ പറഞ്ഞു, ബ്രേക്സ് ഫ്രണ്ട് കുഴപ്പമില്ല, ചെറിയൊരു പ്രോഗ്രഷൻസ് ഉണ്ട്. ഭയങ്കര ലീനിയറായിട്ട് നിൽക്കുള്ളൂ, പിടിച്ചപ്പോൾ തന്നെ നിൽക്കില്ല. പക്ഷേ ഒരു ബൈറ്റിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വേണ്ടി നിൽക്കും കേട്ടോ. അതായത് നമ്മൾ പൊളിച്ചു പോവാണ്, ഇവിടെ നിൽക്കില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡൈവ് ആവും. ചെറിയൊരു ഡൈവിനുണ്ട് കേട്ടോ. ഞാൻ അത് ശ്രദ്ധിച്ചായിരുന്നു. വണ്ടി ഫ്രണ്ട് ഹാർഡായിട്ട് പിടിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഡൈവ് ആവുന്നു. എന്ത് സ്റ്റേബിളാ, ഫ്രണ്ട് വിറയ്ക്കുന്നില്ല, ബോബ്ലിംഗ് ഇഷ്യൂ ഇല്ല. നോക്കട്ടെ, ഇത് നോക്കി. ഓ മാൻ, ഇപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവര് ബൈ.